അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്താൽ BP ഇൻ യൂണിറ്റ്സ് കിട്ടും. BP ഇൻ യൂണിറ്റ്സ് എന്ന് പറയുമ്പം BP ഇൻ യൂണിറ്റ്സ് ഇപ്പം നമുക്കൊരു ഫിക്സ്ഡ് കോസ്റ്റ് 5 lakh വരുന്നുണ്ട്. നമ്മളെ കോൺട്രിബ്യൂഷൻ എത്ര വരുന്നത് ഒരു 50 വരുന്നുണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പം നമുക്ക് 10,000 യൂണിറ്റ്സ് സെയിൽ ചെയ്താലാണ് നമുക്ക് 5 lakh കോൺട്രിബ്യൂഷൻ ആയിട്ട് കിട്ടുക. അതായത് 5 lakh GP നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ, അതായത് ഫിക്സ്ഡ് കോസ്റ്റിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള GP നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ, അതായത് കോൺട്രിബ്യൂഷൻ നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ അതിന് 10,000 യൂണിറ്റ്സ് നമ്മൾ സെല്ല് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. BP ഇൻ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര യൂണിറ്റ്സ് നമ്മൾ സെല്ല് ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി എത്ര യൂണിറ്റ്സ് ആണോ ആ യൂണിറ്റ്സ് ഇൻറ്റു സെയിൽ പ്രൈസ്. ഇപ്പോൾ ഒരു 100 ആണെങ്കിൽ 100 വെച്ചാൽ 10 lakhൻ്റെ സെയിൽ നമ്മൾ നടത്തിയാലാണ് നമുക്ക് BP ഇൻ യൂണിറ്റ്സ്, അതായത് BP 5 lakh കവർ ചെയ്യാൻ, 5 lakh ആയിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാനുള്ള സെയിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അപ്പം അതിനാണ് ഈ BP യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് ഇവൻ ആവാൻ. അതായത് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാനുള്ള സെയിൽ എത്ര വേണം, അതാണ് ഈ BP എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹയർ ദ ഫിക്സ്ഡ് കോസ്റ്റ് ഹയർ ദ ബ്രേക്ക് ഇവൻ പോയിന്റ്. ഫിക്സ്ഡ് കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഇപ്പം 6 lakhs ആയിട്ടുണ്ടെങ്കിൽ 6 lakh ഡിവൈഡഡ് ബൈ 50 ആകുമ്പം 12,000 സംതിങ് വരും. അപ്പം പിന്നെയും കൂടും, 12,000 ഇൻറ്റു 12 lakh ആവും. അങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഫിക്സ്ഡ് കോസ്റ്റ് കൂടിയാൽ നമ്മുടെ BP ലെവലും കൂടുക. അതായത് ഈ ബ്രേക്ക് ഇവൻ, ഈ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാനുള്ളത് നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ആ ലെവലുള്ള സെയിൽസ് എത്രയാണ്, അതാണല്ലോ നമ്മുടെ BP എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് എത്തണമെങ്കിൽ കുറച്ചുകൂടി വേണ്ടി വരും, ഫിക്സ്ഡ് കോസ്റ്റ് കൂടുമ്പോൾ. അത്ര തന്നെ. അപ്പം ഹൗ ഇറ്റ് വർക്ക്സ് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വിത്ത് ആൻ എക്സാമ്പിൾ. സെയിൽസ് 100 lakhsൻ്റെ സെയിൽസ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് കുറച്ച്, കോൺട്രിബ്യൂഷൻ 10 lakhs, ഫിക്സ്ഡ് കോസ്റ്റ് 8 lakhs. അപ്പോൾ EBIT 2 lakhs. 2 lakhs ആണ് EBIT. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് നോക്കുകയാണെങ്കിൽ, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT നോക്കുകയാണെങ്കിൽ 10 lakh ഡിവൈഡ് ബൈ 2 lakh ഇസ് ഈക്വൽ ടു 5 ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് വരുന്നത്. ഇഫ് സെയിൽസ് ഈസ് ലെസ് ദാൻ BEP സെയിൽസ്, ദെൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് വിൽ ബി നെഗറ്റീവ്. അതായത് BEP സെയിൽസിനേക്കാളും കുറഞ്ഞിട്ടാണ് സെയിൽ ഉള്ളത് എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് നെഗറ്റീവ് ആയിരിക്കും. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ BP സെയിൽസ് എന്ന് പറയുമ്പം ഈ ഫിക്സ്ഡ് കോസ്റ്റിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ വരുന്ന സെയിൽസ് പറയുകയാണെങ്കിൽ, അതായത് കോൺട്രിബ്യൂഷൻ്റെ ഈക്വൽ ആയിരിക്കും നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് ഈ കേസിൽ. ഇപ്പോൾ 10 lakh ആണെങ്കിൽ 10 lakh മൈനസ് 10 lakh ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. 0 ആയിരിക്കും നമ്മുടെ BEP സെയിൽസിലെ EBIT വരുന്നത്. അപ്പം അതിനേക്കാളും കുറഞ്ഞ അളവിൽ, അതായത് സെയിൽസ് ഈസ് ലെസ് ദാൻ BEP, അത് ഇപ്പം 0-നേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് EBIT വരുന്നത്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് നമ്മുടെ കോൺട്രിബ്യൂഷനേക്കാളും കൂടുതലായ ടൈമിൽ, അപ്പം ഒബ്വിയസ്ലി EBIT നെഗറ്റീവ് ആണ്. EBIT നെഗറ്റീവ്, ഒരു നെഗറ്റീവ് 1 lakh ഉണ്ട്, ഡിവൈഡ് ബൈ 10 lakh വരുമ്പം അത് എത്ര വരും? സോറി, അത് EBIT മൈനസ് 1 lakh ആണ്. അപ്പോൾ നമുക്ക്
10 lakh ഡിവൈഡ് ബൈ -1 lakh വരുമ്പോൾ -10 ഒക്കെയാണ് നമുക്ക് വരിക. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നെഗറ്റീവായി മാറും. BEP sales is equal to BEP sales, then operating leverage will be infinite. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജ് BEP സെയിൽസ് ആവുന്ന സമയത്ത്, BEP സെയിൽസ് ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് കോൺട്രിബ്യൂഷനും ഫിക്സ്ഡ് കോസ്റ്റും ഈക്വലായി മാറും. അപ്പം കോൺട്രിബ്യൂഷനും ഫിക്സ്ഡ് കോസ്റ്റും ഈക്വലായി മാറിയാൽ EBIT 0 ആയിരിക്കും. സോ EBIT 0 ഡിവൈഡഡ് ബൈ അനദർ സംഖ്യ. അപ്പം ഒരു 10 lakh 0 ഡിവൈഡ് ബൈ 10 lakh എന്ന് പറയുമ്പം ഇൻഫിനിറ്റി ആണ് വരിക. സോറി, നമ്മൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT അല്ലേ. അപ്പം EBIT കോൺട്രിബ്യൂഷൻ വരുന്നത് 10 lakh ആണ്. 10 lakh ഡിവൈഡ് ബൈ 0 എന്ന് പറയുമ്പം ഇൻഫിനിറ്റി ആണ് വരിക. അതായത് ഏത് സംഖ്യനെയും ഡിവൈഡ് ബൈ 0 ചെയ്താൽ അതിനെ നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയാം. അപ്പം അത് ഡിഫൈൻഡ് അല്ല, അതിനെ കൊണ്ടാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇനി സെയിൽസ് BEP-നേക്കാളും കൂടുതലാണെങ്കിൽ then operating leverage will be positive. ഈ കേസിൽ അങ്ങനെയാണ്. അതായത് സെയിൽസ് BEP സെയിൽസിനേക്കാളും കൂടുതലാണ്, അതായത് ഫിക്സ്ഡ് കോസ്റ്റിനേക്കാളും കൂടുതൽ നമ്മുടെ കയ്യിൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പം അങ്ങനത്തെ കേസസിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, BEP-ൻ്റെ കോൺസെപ്റ്റും ഒക്കെ ഒന്ന്. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ നോക്കാം. Question number 1. X Limited estimated that for a new product its BEP is 20,000 units if the item is sold for 14 per unit and variable cost rupees 9 per unit. Calculate the degree of operating leverage for sales value 25,000 and 35,000 units. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? BEP എന്ന് പറയുന്നത് BEP എന്ന് പറയുന്നത് 20,000 യൂണിറ്റ്സ് ആണ്. ആൻഡ് സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 14 ആണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് rupees 9 ആണ്. കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഡിഗ്രി എത്രയാണ്, അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫോർ സെയിൽ വാല്യൂ 20,000 ആൻഡ് 30,000 എത്രയാണ് വരിക ആണ് അതും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണെന്ന് അറിയണം. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ലാതെ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്ങനെ കണ്ടെത്താൻ കഴിയുക? കാരണം ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ റിസ്കിനാണ് നമ്മൾ ലിവറേജ് പറയാൻ നമ്മൾ പഠിച്ചു. ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ലാതെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പം അതിനാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് യൂസ് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ കേസിൽ, ചിലത് തരാത്ത കേസിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്താണെന്ന് അനലൈസ് ചെയ്യുക. അപ്പം BEP എന്ന് പറയുന്നത് 20,000 യൂണിറ്റ്സ് ആണ്. അപ്പം എന്നിട്ട് നമുക്ക് വേണ്ട ഇക്വേഷൻസ് ഒന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് വേണ്ടത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം എന്താ ഉള്ളത്? കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടും, അതായത് 40 - 9 5 rupees ആണ് നമ്മുടെ പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ വരുന്നത്. അതായത്
കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ സെയിൽ പ്രൈസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ വേരിയബിൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടില്ലേ. അപ്പം അത് വരുന്നത് 5 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഇൻ ടോട്ടൽ എന്ന് പറയുമ്പോൾ 20,000 യൂണിറ്റ്സ് ആണുള്ളത്. 20,000 യൂണിറ്റ്സ് ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 1 lakh rupees ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു EBIT എന്ന് കിട്ടും. അപ്പം ഈ EBIT എത്രയാണെന്ന് നമുക്കറിയില്ല, ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണെന്ന് നമുക്കറിയില്ല. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എസ്റ്റിമേറ്റഡ് ദാറ്റ് ഫോർ ന്യൂ പ്രോഡക്റ്റ് 20,000 യൂണിറ്റ്സ് ആണ് BEP സെയിൽസ് എന്ന്. അതായത് BEP സെയിൽസ് എന്ന് പറയുമ്പം കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ EBITയും സെയിം ആവുന്ന അതാണെന്ന് അല്ല, കോൺട്രിബ്യൂഷനും ഫിക്സ്ഡ് കോസ്റ്റും സെയിം ആവുന്നതാണ് നമ്മളെന്ത് BEP സെയിൽസ് എന്ന് പറയുമ്പോൾ. അപ്പം ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakh ആണ് കോൺട്രിബ്യൂഷൻ. അപ്പം ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ് വരിക? ഫിക്സ്ഡ് കോസ്റ്റും 1 lakh തന്നെയാണ് വരിക. കാരണം ദിസ് ഇസ് BEP. BEPയിൽ അതാണ് നമ്മൾ BEPൻ്റെ കോൺസെപ്റ്റ് പഠിച്ചത്. In BEP sales, contribution and fixed costs are the same. അത് രണ്ടും സെയിം ആയിരിക്കും. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇവിടെ EBIT ഫസ്റ്റ് കേസിൽ EBIT വരുന്നത് 0 ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 0 ഇൻഫിനിറ്റി ആണ് ഫസ്റ്റ് കേസ് വരിക. അപ്പോൾ ഇനി 25,000 ആകുമ്പം എത്ര വരിക എന്നാണ് നമ്മളോട് ഉള്ള ചോദ്യം. അപ്പം 25,000 ആകുമ്പം നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ. കോൺട്രിബ്യൂഷൻ 25,000 ഇൻറ്റു അല്ലെങ്കിൽ യൂണിറ്റ്സ് നമുക്ക് എഴുതാം. 30,000 യൂണിറ്റ്സ്. ഈ യൂണിറ്റ്സിലാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം 25,000 യൂണിറ്റ്സിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര വരിക എന്ന് വെച്ചാൽ പെർ യൂണിറ്റ് 5 ആണ്. അപ്പോൾ 25,000 ഇൻറ്റു 5 1,25,000 വരും. ഇവിടെ 30,000 ഇൻറ്റു 5 1,50,000 വരും. കോൺട്രിബ്യൂഷൻ എത്ര വരും? എന്നിട്ട് ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് 1 lakh ആണ്. 1 lakh വരും. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് വിൽ ബി സെയിം ഫോർ ഓൾ കേസസ്. അത് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഈ ഒരു സംഭവം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് സെയിം, പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് സെയിം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ലെസ് ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പം നമുക്ക് EBIT കിട്ടും. EBIT നോക്കുമ്പം 25,000 ആണ് EBIT ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് 50,000 ആണ് വരുന്നത്. അപ്പം ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയെന്ന് കാണണമെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു 1,25,000 divided by 25,000 is equal to 5. First case 5, second case 1,50,000 divided by 50,000 is equal to 3. From 3, second case 3,
അപ്പം ഫിക്സ്ഡ് കോസ്റ്റും നമുക്ക് കിട്ടി, ഓപ്പറേറ്റിംഗ് ലിവറേജസും നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അതായത് BEP ആദ്യം നമുക്ക് കിട്ടിയ സാധനങ്ങൾ എഴുതുക, എന്നിട്ട് നമ്മളൊന്ന് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, ഏതാ ഇല്ലാത്തത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടിയാലേ നമുക്ക് ലിവറേജസ് കാണാൻ കഴിയുള്ളൂ. അപ്പം ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞു BEP സെയിൽസ് ഇത്രയാണെന്ന് പറഞ്ഞു. അപ്പം കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളത് പറയുന്നുണ്ട്. സെയിൽ പ്രൈസും വേരിയബിൾ കോസ്റ്റും തന്നാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടുമല്ലോ. അപ്പം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിനെ യൂണിറ്റ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പം ഈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ തന്നെ ആയിരിക്കും ഫിക്സ്ഡ് കോസ്റ്റ് ഇൻ കേസ് ഓഫ് BEP സെയിൽസ്. അപ്പം അങ്ങനെ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടി. ഫിക്സ്ഡ് കോസ്റ്റ് ഓൾവേസ് ഫിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഫിക്സ്ഡ് ആക്കി എടുത്തിട്ട് 25,000 യൂണിറ്റ്സിൻ്റെ കേസിലും 30,000 യൂണിറ്റ്സിൻ്റെ കേസിലും രണ്ട് കേസിലും നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് EBIT 25,000 50,000 എന്ന് കിട്ടി. ഓപ്പറേറ്റിംഗ് ലിവറേജ് 5 3 എന്ന് കിട്ടി. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ ഉള്ളത്. അപ്പോൾ ഇതൊന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി എടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. In next question number 2. The data of two firms, Rama and Krishna, having the same PV ratio is given below. Make the relevant computation and comment on their operating risk. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പഠിപ്പിച്ചു തരാം. അതായത് കോസ്റ്റിങ്ങിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും PV റേഷ്യോ എന്താണ്. PV റേഷ്യോ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ് PV റേഷ്യോ. അതായത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. വേണമെങ്കിൽ നമുക്ക് GP ആയിട്ടും കാണാം, ബട്ട് GP അല്ല, അതിൽ ഇതിലേക്ക് കുറച്ചുകൂടി എക്സ്പെൻസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലാത്തതും ഉണ്ടാവും. അപ്പോൾ തൽക്കാലം നിങ്ങൾ GP റേഷ്യോ പോലത്തെ ഒരു റേഷ്യോ എന്ന് വിചാരിച്ച് വെച്ചാൽ മതി. അപ്പം ഏറെക്കുറെ GP റേഷ്യോ പോലെ തന്നെയാണ്. അപ്പം PV റേഷ്യോ അതായത് ഈ കോൺട്രിബ്യൂഷൻ, അപ്പം PV റേഷ്യോ ഒരു 70 ആണ് കോൺട്രിബ്യൂഷൻ, 100 ആണ് സെയിൽസ് എന്ന് വെച്ചാൽ 70% ആണ് PV റേഷ്യോ. ദാറ്റ് മീൻസ് 100% സെയിൽ ചെയ്താൽ 70% നമ്മുടെ കോൺട്രിബ്യൂഷൻ ആണ്. ദാറ്റ് 70 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ് PV റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ്. അതായത് ഈ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഈ കോൺട്രിബ്യൂഷൻ വരുന്നത്, ഇത്രേ ഉള്ളൂ കാര്യം. അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് VC റേഷ്യോ, അതായത് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ. അതായത് 1 - PV റേഷ്യോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇത് 70% ആണ്, കോൺട്രിബ്യൂഷൻ 70% ആണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? ഒബ്വിയസ്ലി ആ സെയിൽസിൽ നിന്ന് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് കുറച്ചാലാണ് കോൺട്രിബ്യൂഷൻ കിട്ടുക. അപ്പോൾ സെയിൽസ് 100% ആണെങ്കിൽ അതേ -30% കുറച്ചാലല്ലേ 70% കിട്ടുക. അപ്പോൾ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 30%. അപ്പോൾ നമുക്ക് ആണെങ്കിൽ 100% - 70% is equal to 30% ആണെങ്കിൽ കിട്ടും. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പോൾ 1 - PV റേഷ്യോ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും, അതായത് 30% എന്ന് കിട്ടും. VC റേഷ്യോ നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ PV റേഷ്യോയും VC റേഷ്യോയും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടു ഡാറ്റ PV റേഷ്യോ given below, make relevant computation and comment on their operating risk. ഓപ്പറേറ്റിംഗ് റിസ്കിനെ കുറിച്ച് പറയാനാണ് നമുക്ക് പറഞ്ഞത്. അപ്പം സെയിൽസ് തന്നിട്ടുണ്ട് 2 lakh, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ, ഫിക്സ്ഡ് കോസ്റ്റ്, EBIT നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊന്ന് നോക്കിയിട്ട് എന്നിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ്
ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളോട് മേക്ക് റെലവൻറ്റ് കമ്പ്യൂട്ടേഷൻ ആൻഡ് കമൻറ്റ് ഓൺ ദെയർ ഓപ്പറേറ്റിംഗ് റിസ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജസ് രണ്ടിൻ്റെയും കണ്ടെത്തണം. അപ്പം സെയിം പി വി റേഷ്യോ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ കണ്ടില്ല, സെയിം ആയിട്ട് വന്നത് 80,000. അപ്പം അതിനാണ് സെയിം പി വി റേഷ്യോ എന്ന് പറയുന്നത്. സെയിൽ നടത്തിയപ്പം 2 lakh സെയിൽ നടത്തി, അതിൽ 80,000 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് 40% പി വി റേഷ്യോ. ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജ് നോക്കാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ divided by EBIT. So in first case, contribution 80,000 divided by 50,000 is equal to 1.6 എന്ന് വരും. 1.6 ആണ്. സെക്കൻഡ് കേസിൽ 50,000 divided by 30,000 equal to 1.67 വരും. അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ രണ്ട് കമ്പനീസിൻ്റെ സോറി ഇത് 50,000 അല്ല, 80,000 divided by 30,000 ആണ്. ഇത് 2.67 ആണ് വരിക. 2.67 വരും. അപ്പം ഇത്രയാണ് ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻസ്. സിമ്പിളാണ്, നിങ്ങൾ തന്നെ നോക്കി ചെയ്യാം. ഇനി നമ്മൾ നോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കണം. അതായത് നമ്മളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ അതവിടെ കമൻറ്റ് ചെയ്യുക. Even if PV ratio is the same for Krishna, Krishna has the higher fixed cost and higher BEP and lower profit when compared to Rama. അത് രാമനെ കമ്പയർ ചെയ്യുമ്പോൾ കൃഷ്ണക്കാണ് ഫിക്സ്ഡ് കോസ്റ്റ് ഹയർ ആയിട്ടുള്ളത്. This is also reflected in high degree of ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഹൈ ഓപ്പറേറ്റിംഗ് റിസ്ക്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് കൂടുമ്പോൾ ലിവറേജസ് കൂടും, അതാണ് പറയുന്നത്. അതായത് സെക്കൻഡ് കേസിൽ പ്രോഫിറ്റ് 30,000 ഉള്ളൂ, അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കേസിലാണ് നമുക്ക് ലിവറേജ് കൂടിയത്. ദ ലോവർ ദ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ബെറ്റർ ഇറ്റ് ഈസ് ഫോർ ദ ബിസിനസ്. ഹെൻസ് ദ കൃഷ്ണ ഹാസ് ഹയർ ഓപ്പറേറ്റിംഗ് റിസ്ക് ദാൻ രാമ. രാമനെക്കാട്ടിലും കൃഷ്ണനാണ് ഹയർ ഓപ്പറേറ്റിംഗ് റിസ്ക് ഉള്ളതെന്ന് പറയുന്നത്. രാമ ഫസ്റ്റ് കേസും കൃഷ്ണ സെക്കൻഡ് കേസുമാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. This is an important one. A firm sells its only product at ₹10 per unit. Its variable cost ratio is 70%, while fixed cost is 1,000. Present sales is 1,000 units. You are required on find out the degree of operating leverages, EBIT if sales increase by 40%, EBIT if sales falls by 25%. By what percentage should the sales be fallen before the firm starts incurring losses?
അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇത് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, എന്നിട്ട് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എഴുതി വെക്കുക. നോക്കാം. അപ്പൊ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ തന്നെ നോക്കാം. സെയിൽസ് ഇറ്റ്സ് ഓൺ പ്രൊഡക്റ്റ് അറ്റ് 10 rupees per unit. അതായത് സെയിൽ പ്രൈസ് വന്നിട്ടുണ്ട് 10 rupees ആണ്. ഇനി വേരിയബിൾ കോസ്റ്റ് റേഷ്യോ VC ratio is equal to 70%. സോ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, വേരിയബിൾ കോസ്റ്റ് റേഷ്യോ നമുക്ക് കിട്ടിയാൽ PV റേഷ്യോ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ PV റേഷ്യോ കിട്ടിയാൽ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ നമുക്ക് കാണാൻ കഴിയും. അപ്പം PV റേഷ്യോ എത്ര ആയിരിക്കും? PV റേഷ്യോ 1 - VC റേഷ്യോ, ദാറ്റ് ഈസ് 30% ആയിരിക്കും. അതുപോലെ തന്നെ ഇനി അടുത്തത് ഫിക്സ്ഡ് കോസ്റ്റ് ഈക്വൽ ടു 1000 rupees ആയിരിക്കും. 1000 rupees ഓൾറെഡി ഗിവൺ. ഇവിടെ ഗിവൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്ത് എന്നിട്ട് പിന്നെ ആൻസർ തുടങ്ങും. ആൻസർ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഇവിടെ സെയിൽസും വന്നിട്ടുണ്ട്. സെയിൽസ് 10,000 units വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ആണ്. കോൺട്രിബ്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിൽ പ്രൈസ് 10 ആണ്. 10 into PV റേഷ്യോ അടിച്ചാൽ contribution 10 into 30%, that is ₹3 per unit ആണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പം 10,000 units ഉണ്ടാകുമ്പോൾ 10,000 units into 3, so 30,000 divided by EBIT എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ 30,000 എന്ന് കിട്ടി, പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് 1000 അല്ല, അതായത് 10,000 ആണ്. സോറി, യൂണിറ്റ്സ് 1000 യൂണിറ്റ്സ് ആണ്. $3,000, $1,000, $2,000 ആണ് EBIT വരുന്നത്. അപ്പം ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ 3,000 by 2,000 is equal to 1.5 ആണ്. ക്വസ്റ്റ്യൻ ഇവിടെ ഇതിന്റെ ആൻസർ 1.5 ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് വരുന്നത്. EBIT if sales increase by 40%. അതെങ്ങനെ കണ്ടുപിടിക്കാം?
നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മളൊരു കേസ് വരികയാണെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ലിവറേജ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ ഒരു പെർസെൻറ്റേജ് സെയിൽ കൂടുമ്പോൾ എത്ര പെർസെൻറ്റേജ് EBIT കൂടും എന്നുള്ളതാണ് നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കേസിൽ നമ്മൾ നോക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ ബൈ EBIT 1.5 ആണ്. ഇപ്പം 1.5 ടൈംസ് കൂടും. അപ്പം ഈ 40% ഇൻറ്റു 1.5 that's equal to 60%. 60% ആയിരിക്കും നമ്മുടെ സെയിൽസ് കൂടിയാലുള്ള ചേഞ്ച് ഉണ്ടാവുക. അപ്പം ഇത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ എഴുതിയതാണ്. അപ്പോൾ അല്ലെങ്കിൽ അല്ലാതെ ഇത് നമുക്ക് FM-ലുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആൻസറിനാണ് മാർക്ക് കിട്ടുന്നത്. സ്റ്റെപ്സ് അത്രക്ക് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നമുക്ക് ഡിഫറെന്റ് വേസിലൂടെ ആൻസറിലേക്ക് എത്താം. നിങ്ങൾക്ക് ഏതായാലും ആൻസറിലേക്ക് എത്തിയാൽ മതി. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ രീതിയിൽ പല രീതിയിലും ചെയ്യാം. എങ്ങനെ എഴുതിയാലും ആൻസറിലേക്ക് എത്തിയാൽ മതി. പക്ഷെ നമ്മൾ ആൻസറിലേക്ക് എത്താം. അപ്പം കൂടുതൽ ഇക്വേഷൻ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിലൂടെ പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ICI ചെയ്യുന്ന രീതി ചെയ്യാൻ പരമാവധി ശ്രമിക്കുക, ഇല്ലെങ്കിലും നമുക്ക് മാർക്ക് കിട്ടും. ആൻസർ ലാസ്റ്റ് ആൻസർ ശരിയാണെങ്കിൽ നമുക്ക് എന്തായാലും മാർക്ക് കിട്ടും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഈ 60% എങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്കൊന്ന് നോക്കാം. അപ്പം 4 വെച്ചിട്ട് ചെയ്യാം. അപ്പം നമ്മള് 60% ഇൻക്രീസ് അല്ലേ, അപ്പൊ കോൺട്രിബ്യൂഷൻ 40% സെയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ ഓട്ടോമാറ്റിക്കലി 40% ഇൻക്രീസ് ചെയ്യും. കാരണം വേരിയബിൾ കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് കോൺട്രിബ്യൂഷൻ. സോ 3000 ഉള്ളത് 3000 ഇൻറ്റു 140% ചെയ്യാം. 4200 ആയിരിക്കും നമ്മുടെ സെയില്. കോൺട്രിബ്യൂഷൻ ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ സെയിം 1000 rupees തന്നെയാണ്. അപ്പം EBIT എത്രയാവും? EBIT 3200 ആയി മാറി. അപ്പം ഈ 2000-ൽ നിന്നും EBIT 3200-ലേക്ക് മാറി. അപ്പൊ ഈ ചേഞ്ച് എത്രയാണ്? 3200 മൈനസ് 2000 ഡിവൈഡഡ് ബൈ 2000 ചെയ്ത് നോക്കുകയാണെങ്കിൽ 3200 മൈനസ് 2000 ഡിവൈഡഡ് ബൈ 2000 ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് 60% തന്നെ കിട്ടും. ഇത് നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് എത്ര പെർസെന്റേജ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അത് ഇൻറ്റു ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാണോ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉത്തരം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഏതായാലും നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ബിയും കഴിഞ്ഞു. ഇനി സി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യനിൽ പറയുന്നത് EBIT സെയിൽസ് ഫാൾസ് ബൈ 25%. ഇതിൽ ഞാൻ ജസ്റ്റ് ആദ്യത്തെ മെത്തേഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കി മറ്റേ മെത്തേഡിൽ നിങ്ങൾ ചെയ്യാം. ഫാൾസ് ബൈ 25% എന്ന് പറയുമ്പോൾ 25% ഇൻറ്റു 1.5 is equal to 37.5%
decrease in EBIT. സോ ആ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞ ഈ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എളുപ്പമായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അപ്പം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആയിട്ടുള്ള by what percentage should sales fall before the firm start incurring losses? ഇങ്ങനെ പറഞ്ഞാൽ അതായത് by what percentage should sales fall before the firm starts incurring losses? ഇങ്ങനെ പറഞ്ഞാല് ഇപ്പം നമ്മുടെ സെയിൽസ് എത്രയാണോ അതിൽ നിന്ന് എത്ര പെർസെന്റേജ് കുറഞ്ഞാലാണ് BEP സെയിൽസിലേക്ക് എത്താന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് മറിച്ചും തിരിച്ചും ചോദിക്കും. അപ്പം ഇതെന്താ ചോദിക്കുന്നത് വെച്ചാല് ഇപ്പൊ നമ്മുടെ സെയില് 100 ആണെന്ന് വിചാരിച്ചു, നമുക്ക് BEP സെയിൽസ് 50 ആണ്. അപ്പം ഈ 50യിലേക്ക് എത്താൻ ഇതിന് എത്ര പെർസെന്റേജ് കുറയണം, അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ഇവിടെ 50% ഫാള് ഉണ്ടായാലാണ് നമ്മുടെ BEP സെയിൽസ് ആയിട്ടുള്ള 50യിലേക്ക് നമ്മൾ എത്തുക. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ ഈ എത്ര പെർസെന്റേജ് കുറഞ്ഞാലാണ് ഇപ്പോഴുള്ള കറണ്ട് സെയിൽസ് BEPയിലേക്ക് എത്തുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അതിനും നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് ഇപ്പോഴത്തെ സെയിൽ ക്വാണ്ടിറ്റി എത്ര നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ വെച്ച് തന്നെ ചെയ്യാം. കോൺട്രിബ്യൂഷൻ വെച്ച് തന്നെ പെർസെന്റേജ് നമുക്ക് കിട്ടും. കോൺട്രിബ്യൂഷൻ ഇപ്പം കോൺട്രിബ്യൂഷൻ നമുക്ക് ഇപ്പം കറണ്ട്ലി 3000 ഉണ്ട്. 3000 ലെസ് ഫിക്സ്ഡ് കോസ്റ്റ് 1000 is equal to EBIT, that is 2000. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് BEP ആകുമ്പം ഈ ഫിക്സ്ഡ് കോസ്റ്റും കോൺട്രിബ്യൂഷനും സെയിം ആയിരിക്കും. At BEP level, contribution and fixed cost remains the same. So നമ്മൾ ആ ടൈമിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1000 ആയിരിക്കും. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് ഈക്വലൻ ടു ഫിക്സ്ഡ് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പം ആ ടൈമിലേക്ക് അപ്പം ഇത് എത്രയാണ് ഈ ഡിക്രീസ് വരുന്നത്? അതായത് ആദ്യം കോൺട്രിബ്യൂഷൻ നമ്മുടേത് 3000 ആയിരുന്നു, അത് 1000ലേക്ക് മാറി. ആ ഡിക്രീസ് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം 3000 ആയിരുന്നു, ആ 3000ൽ നിന്ന് 1000ലേക്ക് മാറി. ഹോൾ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 1000ലേക്ക് മാറിയത് 1000 minus 3000 divided by 3000. So 1000 minus 3000 divided by 3000. 66.67% ആണ് ഫാൾ ഉണ്ടായത്.
അപ്പം 66.67% ഫാൾ ഉണ്ടായാലാണ് നമ്മൾ അതായത് BEP സെയിൽസിലേക്ക് എത്തുക. BEP സെയിൽസിലേക്ക് എത്തണമെങ്കിൽ എത്ര ഫാൾ ഉണ്ടാവണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ചോദിക്കുമ്പം നമ്മൾ BEP സെയിൽസ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷനും ഫിക്സ്ഡ് കോസ്റ്റും സെയിം ആവുന്ന സെയിലാണ്. അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ 1000 ആയിട്ട്, അതായത് എത്രയാണോ ഫിക്സ്ഡ് കോസ്റ്റ് അതിൻ്റെ ഈക്വാലൻ്റ് ആയിട്ട് എടുത്താൽ, അപ്പം ആദ്യമുള്ള കോൺട്രിബ്യൂഷനിൽ നിന്ന് സെക്കൻഡ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനിലേക്ക് എത്ര ഫാൾ ഉണ്ടായി അത് നോക്കുക. അപ്പം അത് നോക്കാനാണ് നമ്മൾ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ 3000 ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് കോൺട്രിബ്യൂഷൻ, അതായത് പുതിയ നമ്മുടെ BEPയിലുള്ളത് 1000 ആണ്. അപ്പം പുതിയ 1000ൽ നിന്നും 3000 ലെസ് ചെയ്തു, അതായത് ആദ്യത്തെ ലെസ് ചെയ്തു, ഡിവൈഡഡ് ബൈ ബേസ് ആയിട്ടുള്ള 3000ൽ നിന്നല്ലേ ഇങ്ങോട്ടേക്ക് മാറുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3000 ഈക്വൽ ടു -66.67% എന്ന് നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് ഈ BEP, ഈ BEPയുമായിട്ട് ബന്ധപ്പെട്ട ഈ ക്വസ്റ്റ്യന്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കുക, കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക.